ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഗെയിൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല സിമ്പിൾ പക്ഷെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡക്ക് ബ്രസ്റ്റ് തവ ഫ്രൈ ആണ് കേട്ടോ. അപ്പം വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്. ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കാസ്റ്റ് അയണിൻ്റെ പാത്രം അടുപ്പേ വെച്ചു. അതിലോട്ട് ഒരു പീസ് ബട്ടർ ആഡ് ചെയ്തു. ആ ബട്ടർ ഒന്ന് ചൂടായപ്പോൾ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഡക്ക് ബ്രസ്റ്റ് ഓരോന്നും അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഞാൻ ആ സ്കിന്നിൻ്റെ ഭാഗം വരുന്നതാണ് ആദ്യം പാത്രത്തിലോട്ടാണ് വെച്ചത്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമുക്കൊരു കുറച്ച് ഉപ്പും കൂടെ അങ്ങ് വെതറി കൊടുക്കാം കേട്ടോ. വേറെ നമ്മൾ മസാലയൊന്നും ആഡ് ചെയ്തിട്ടില്ല ഈ ഡക്കിലേക്ക്. അപ്പോൾ ഇപ്പം നമുക്ക് ആ ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡിലും കൂടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരുപാട് മസാലയൊന്നുമില്ല, അപ്പോൾ റിയൽ ഫ്ലേവറും കിട്ടും. പിന്നെ ഇതിന് ഏകദേശം ഒരു 30 to 40 മിനിറ്റ് നമ്മൾ സ്ലോ കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അത്യാവശ്യം വലിയ പീസ് ആയതുകൊണ്ടാണ് ഞാൻ എത്ര എടുക്കുന്നത്. അത് മാത്രമല്ല, ചിലർക്ക് ഇപ്പോൾ കൂടുതൽ സമയം ഒന്നുകൂടെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ എടുക്കണമെങ്കിൽ ഓരോരുത്തർ ടേസ്റ്റ് അനുസരിച്ച് ചെയ്താൽ മതി. ഒരു മിനിമം 30 മിനിറ്റ്സ് 30 to 40 മിനിറ്റ്സാണ് ഞാനിത് കുക്ക് ചെയ്ത്. 30 മിനിറ്റ്സ് മിനിമം കുക്ക് ചെയ്യണം. ഇടയ്ക്ക് ഞാനെന്താ മീറ്റൊന്ന് കുത്തി കൊടുത്തു കേട്ടോ, നന്നായിട്ടൊന്ന് വേഗം ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഏകദേശം ആയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 സ്പൂണ് മിൻറ്റ് സോസും 1 സ്പൂണ് ഗ്രീൻ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുത്തു. ഇതാണ് ഇതിലാകെയുള്ള സ്പൈസ് എന്ന് പറയാനായിട്ട്. അതൊക്കെ ഈ മീറ്റിലെല്ലാം ആവാനായിട്ട് 2 വശവും മറിച്ച് തിരിച്ച് ഒരു 5-6 മിനിറ്റും കൂടെ അങ്ങോട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് ഇടയ്ക്ക് 3-4 പ്രാവശ്യം ഒന്ന് മറിച്ച് തിരിച്ചു ആ ഫ്ലേവർ ഒന്ന് ആ മീറ്റിലോട്ട് പിടിച്ചോട്ടെ കേട്ടോ. ആ മിൻറ്റിൻ്റെയും ചില്ലി സോസിൻ്റെ കൂടെ നല്ല അടിപൊളി മണം കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ഇതുണ്ട്. ഇത് നമ്മൾ സിമ്പിൾ സ്പൈസ് മേക്ക് ദ മീറ്റ് ടേസ്റ്റ് ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന് കേട്ടോ. അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ടുന്നതോടെ നമ്മളൊരു 5-8 മിനിറ്റ് കൂടെ വെച്ചു. ഇപ്പോൾ ഏകദേശം 38 to 40 മിനിറ്റ്സ് ആയി ഓൾ ടുഗെദർ. ഇത് നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് നല്ല കളറെല്ലാം ചേഞ്ച് ചെയ്തു. അപ്പോൾ ഏകദേശം അല്ലാതെ കുക്കായി. ഇനി പതുക്കെ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച ആ ബാക്കി വന്ന സോസ് ഇതിൻ്റെ മീറ്റിലേക്ക് ഞങ്ങൾ ചേർത്തു. നല്ല അടിപൊളിയാട്ടോ, വളരെ ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.